ഫാമിലി ഗ്ലോയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുറച്ച് പ്രോഡക്ട്സിൻ്റെ ഭയങ്കര ജെന്യുവിൻ ആയിട്ടുള്ള എൻ്റെ ഒരു റിവ്യൂ ആണ്. എൻ്റെ റിവ്യൂ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ടായിട്ടുള്ള കുറച്ച് നമ്മുടെ പ്രൊഡക്ട്സ് ആണ് കേട്ടോ. നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്ട്സിൻ്റെ റിവ്യൂ ആണ്. ഇപ്പം ഞാനിപ്പോൾ പുറത്താണുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് നാട്ടിൽ നിന്ന് ചിക്കൻ ബോക്സ് ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര സ്ട്രെസ്സാണ്. ഇങ്ങോട്ട് വന്നവർക്കൊക്കെ അറിയാം, നമ്മൾ ഇങ്ങോട്ട് വരാനുള്ള സമയം നമുക്ക് ഫിനാൻഷ്യലി, മെൻ്റലി, ഇമോഷണലി ഒക്കെ നമ്മൾ പല സമയത്തും ബ്രേക്ക് ഡൗൺ ആവുന്ന സമയങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതിൻ്റെ കൂടെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ മരണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ചിക്കൻ ബോക്സ് വന്നു. അത് കഴിഞ്ഞ് അങ്ങനെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് അസുഖങ്ങൾ വന്നു. അങ്ങനെ മൊത്തത്തിൽ ഡാർക്ക് സർക്കിൾസ്, മുഖത്ത് മൊത്തം ചിക്കൻ ബോക്സിൻ്റെ പാടുകൾ. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ഇവിടെ എക്സ്ട്രീം തണുപ്പ്, എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഭയങ്കര ഡ്രൈ ആവുക, സ്കിന്നിൽ നിന്ന് ഇങ്ങനെ നമ്മൾ തൊലി പോരുന്ന പോലെ അങ്ങനെ ഡ്രൈ ആവുക. അതുപോലെ താരം ഭയങ്കരമായിട്ട് കൂടി, എന്നിട്ട് ഇങ്ങനെ ബംപ്സ് ഉണ്ടാവുക അങ്ങനെ സ്കിന്നിലൊക്കെ, നെറ്റിയിലൊക്കെ. പിന്നെ അത് പോയിട്ട് അവിടെ ബ്ലാക്ക് കളർ ഇങ്ങനെ ഡോട്ടായിട്ട് വരിക. അങ്ങനെ ആകെ മൊത്തം എൻ്റെ ഫേസ് എന്ന് പറഞ്ഞാൽ മൊത്തം ഡാമേജ്ഡ് ആയിരുന്നു. ആ ഒരു കണ്ടീഷനിൽ നിന്ന് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഫേസ്, ഇപ്പം ഞാൻ ഭയങ്കര അടിപൊളിയാണ്, എൻ്റെ സ്കിൻ കിടലാണ്, അങ്ങനെ ഒന്നുമല്ലായിട്ട് ഞാൻ പറയുന്നത്. പക്ഷെ അന്നത്തെ എൻ്റെ സ്കിന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഈ ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ മച്ച് ബെറ്ററാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത കുറച്ച് പ്രൊഡക്ട്സ് യൂസ് ചെയ്തു. പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടായില്ല. എൻ്റെ സ്കിന്നാണെങ്കിൽ പ്രത്യേകിച്ച് ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നുമാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും എല്ലാ പ്രോഡക്ട്സും എനിക്ക് പറ്റണമെന്നില്ല. എല്ലാവർക്കും പറ്റുന്ന, എല്ലാവരും നല്ല അടിപൊളി റിവ്യൂ പറഞ്ഞ പല പ്രോഡക്ട്സും എനിക്ക് പറ്റാത്തതും ഉണ്ട്. അത് ഞാൻ പേരെടുത്ത് പറയാത്തത് ശരിയല്ലല്ലോ എന്നുള്ളതുകൊണ്ടാണ്. അതൊരിക്കലും അവരുടെ പ്രശ്നം കൊണ്ടും അല്ല, എൻ്റെ സ്കിന്നിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ പരീക്ഷിച്ച് അവസാനം ഞാൻ എത്തിപ്പെട്ട കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്. അത് ഞാൻ കണ്ടുപിടിച്ച അന്ന് മുതൽ ഞാൻ കൃത്യമായിട്ട് നമ്മുടെ മോർണിംഗും നൈറ്റും സ്കിൻ കെയർ വളരെ കൃത്യമായിട്ട് ചെയ്തു പോയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ റിസൾട്ട് എനിക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ള എൻ്റെ ഒരു സ്കിന്നിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്. ഇപ്പം ഞാൻ പിന്നെയും പറയുകയാണ്, ഇത് ഭയങ്കര അടിപൊളി സ്കിന്നാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അന്നത്തെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും, കാരണം ചിക്കൻ ബോക്സ് വന്ന് പോയിട്ട് എനിക്ക് ഒരുപാട് ഫേസിൽ അടയാളങ്ങളുണ്ടായിരുന്നു. അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി എനിക്ക് ആ സമയത്ത് ഏതെങ്കിലും ഫോട്ടോസ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിലെവിടെയെങ്കിലും ഇടാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ, ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ എന്തായാലും അങ്ങനെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ കുറച്ച് നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യമായിട്ട് സ്കിൻ കെയറിൽ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫേസ് വാഷ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും സെൻസിറ്റീവ് സ്കിന്ന് അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നിൻ്റെ ഭയങ്കര ഡ്രൈ ആയിരുന്നു സ്കിൻ. ഇവിടെ വന്നപ്പോൾ സ്കിന്ന് ഡ്രൈ ആവുന്നതിൻ്റെ പ്രശ്നമായിരുന്നു ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് തന്നെ ഞാൻ ഫേസ് വാഷ് ഒഴിവാക്കി, കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി. കുറച്ച് ദിവസം ഞാൻ കടലപ്പൊടി യൂസ് ചെയ്ത് നോക്കി. പക്ഷേ കടലപ്പൊടിയും ഡ്രൈ ആവുക ചെയ്യുന്നത് ഫേസ്, കടലപ്പൊടിയും ചെറുപയർ പൊടിയും ഒക്കെ ഡ്രൈ ആക്കുക ചെയ്യുന്നത് ഫേസ്. അങ്ങനെ ഞാൻ പിന്നെ യൂസ് ചെയ്തിട്ട് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയൊരു സാധനം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നിൻ്റെ ഇഷ്യൂ ആണെങ്കിൽ നിങ്ങൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് നിർത്തിയിട്ട് ക്ലെൻസർ യൂസ് ചെയ്യുക. അങ്ങനെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഫലം കണ്ടിട്ടുള്ള ഒരു ക്ലെൻസറാണ് ഈ സാധനം. ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പം കറക്റ്റായിട്ട് കാണാൻ പറ്റുമോ അറിയില്ല. ഞാൻ എന്തായാലും ഇതിൻ്റെ ബാക്ക് വേർഷൻ കാണിച്ചു തരാം കേട്ടോ. ഞാനെന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോ എന്തെങ്കിലും ഒന്ന് ഞാൻ ഇവിടെ ഈ ഭാഗത്തെങ്ങാനും ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സാധനം. അപ്പം ശ്രദ്ധിക്കുക, ക്ലെൻസർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫേസ് വാഷിനേക്കാളും ബെറ്ററാണ്. പക്ഷേ അപ്പോഴും നിങ്ങൾ ക്ലെൻസർ യൂസ് ചെയ്യുമ്പം അത്രയും അത്യാവശ്യമാണെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. മേക്കപ്പ് ഇടുക, അല്ലെങ്കിൽ പുറത്ത് പോയി വന്നിട്ട് നിങ്ങളുടെ ഫേസിൽ പൊടിയാവുക, അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ജസ്റ്റ് നല്ല വൃത്തിയായിട്ട് ഫേസ് കഴുകിയാൽ മാത്രം മതി കേട്ടോ. ഒരു മിനിറ്റ്. ഓക്കെ, ഇനി രണ്ടാമത്, നമ്മളെപ്പോഴും സ്കിന്നിൽ ഫേസ് വാഷ് കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും അറിയാം, ടോണറാണ്. ടോണർ ഈ പറഞ്ഞതുപോലെ ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്ന ടോണറില്ല, അതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തൊരു ടോണർ ഉണ്ടായിരുന്നു. അതും നല്ല അടിപൊളി ടോണറായിരുന്നു കേട്ടോ. അത് നമുക്കറിയാം, അതിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാം. ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോണർ എന്ന് പറഞ്ഞതാ ലോറിയൽ പാരീസിൻ്റെ ന്യൂ ഫൈൻ ഫ്ലവേഴ്സ് ടോണർ. അതാണ് ഞാൻ യൂസ് ചെയ്തത്. റോസ് ആൻഡ് ജാസ്മിൻ ആണ് ഇത്. ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിന്നിനുള്ളതാണ് കേട്ടോ.
നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ന്യൂട്രോജനയുടെ ഇത് അതുപോലെ സെൻസിറ്റീവ് സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതായിരുന്നു. ഈ ലോറിയൽ പാരിസിൻ്റെ ഇത് പറഞ്ഞ പോലെ ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിന്നിനുള്ളതാണ്. ഈ ഒരു ടോണർ അതുപോലെ ഇത് നല്ല അടിപൊളി ടോണറാണ് കേട്ടോ. ഇത് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര മോയ്സ്ചർ ഫീൽ നമുക്ക് കിട്ടുന്ന ഒരു ടോണറാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു സാധനമാണ്. വീണ്ടും പറയാം, ലോറിയൽ പാരിസിൻ്റെ ഫൈൻ ഫ്ലവേഴ്സ് ടോണർ. ഈ ഒരു കളർ തന്നെയാണ് ഇതിൻ്റെ സാധനം വരുന്നത്. ലോറിയലിൻ്റെ വേറെയും ടോണറുണ്ട് ഇതേപോലത്തെ പാക്കേജിൽ കളർ ചേഞ്ചിൽ വരുന്നതാണ്. ഞാനത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, എനിക്കറിയില്ല. ഇതെന്തായാലും കൊള്ളാം എനിക്ക്. ഇനി അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള വേറൊരു സാധനമാണ് കാണിക്കാൻ പോകുന്നത്. ഇത് ഒരുപാട് പേര് അറിയുന്നതായിരിക്കും, ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ കോസറക്സിൻ്റെ മറ്റേ അഡ്വാൻസ്ഡ് സ്നെയിൽ 96 മെസിൻ പവർ എസെൻസ്. അപ്പം കോസറക്സ് നിങ്ങൾക്കറിയാം, അത്യാവശ്യം നല്ല റേറ്റാണ് കേട്ടോ. ഇതിന് അത്യാവശ്യം റേറ്റുണ്ട്. ഇതിൻ്റെ ഈ ഒരു എസെൻസാണിത്. ഇത് നമ്മൾ നോർമലി നമ്മൾ ക്ലെൻസ് ചെയ്ത് ടോണിങ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എസെൻസുകൾ അങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെറം യൂസ് ചെയ്യേണ്ടത്. അപ്പം ഈ സാധനം ഈ പറഞ്ഞതുപോലെ ഭയങ്കര സ്റ്റിക്കിയാണ് കേട്ടോ. ഇത് ഭയങ്കര സ്റ്റിക്കി ആയിട്ട് ഇങ്ങനെ തോന്നും നമുക്ക്, ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് ഇങ്ങനെ തോന്നും. സ്റ്റിക്കി അല്ല, എന്താ പറയുക, ഒരു ഇങ്ങനെ കുഴഞ്ഞ് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷേ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ അത് മാറും. എന്തായാലും പക്ഷേ പ്രൊഡക്റ്റ് അടിപൊളി സാധനമാണ് കേട്ടോ. നമ്മളെ ഫേസ് ഭയങ്കര മോശം. അപ്പോൾ എനിക്കെന്താ വെച്ചാൽ ഇപ്പം പണ്ട് എനിക്ക് അങ്ങനെ നിൽക്കുന്ന ഫേസ് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ നിന്ന് കാണാഞ്ഞിട്ടാണെന്ന് അറിയില്ല, അപ്പോൾ എനിക്ക് ഭയങ്കര മോയ്സ്ചറായിട്ട് നിൽക്കുന്ന ഫേസ് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ സമ്മറാണ്, എന്നിട്ട് പോലും സ്കിന്ന് ഡ്രൈ ആവുന്നതിന് ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ് കേട്ടോ, കോസറക്സിൻ്റെ. ഇത് അടിപൊളി പ്രോഡക്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ 3 എണ്ണത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഭയങ്കരമായിട്ടുള്ള ഈ പെർഫ്യൂം ആയിട്ടുള്ള സാധനങ്ങളല്ല. ഭയങ്കര സ്മെല്ല്, എനിക്ക് അങ്ങനത്തെ സാധനങ്ങൾ പൊതുവേ ഇഷ്ടമല്ല. ഭയങ്കര സ്മെല്ല് ഉള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എനിക്കൊരു കംഫർട്ടബിൾ അല്ലാത്ത പോലെ തോന്നും, ഒരു സ്മെല്ലിങ്ങനെ അടിച്ച് കയറും. അപ്പോൾ ഇതൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് സ്മെല്ലുള്ള സാധനങ്ങളല്ല. പിന്നെ അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു അടിപൊളി സാധനമാണ്. ഇപ്പോൾ ഞാനത് 3ാമത്തെ ബോട്ടിൽ തീർത്തു കേട്ടോ. സിമ്പിളിൻ്റെ വൈറ്റമിൻ B3 നയസിനമൈഡ് സീറോ ആണ് കേട്ടോ, ബൂസ്റ്റർ സീറോ ആണ്. ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം, സിമ്പിൾ എന്ന് പറഞ്ഞ കമ്പനി അവർ ഈ പ്രോഡക്റ്റ്സ് ഇറക്കുമ്പോൾ തന്നെ അവർ നമുക്ക് എന്താ പറയുക, പ്രോമിസ് തന്നിട്ടുള്ളൊരു സംഭവമാണ്. പെർഫ്യൂംഡ് ആയിട്ടുള്ള സെൻറ്റഡ് ആയിട്ടുള്ളൊരു സംഭവങ്ങളും ഇതിലവർ ഇടൂലാന്ന് സത്യമാണ്. ഒരു സ്മെല്ലും ഇല്ലാത്ത ഭയങ്കര അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഭയങ്കരമായിട്ട് വരാത്തത് കൊണ്ടാണ് ഞാനത്, അതായത് എനിക്ക് ഫേസ് വാഷ് യൂസ് ചെയ്യണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ യൂസ് ചെയ്യാതിരുന്നതാണ് കേട്ടോ. എൻ്റെ ഫേസിൻ്റെ പ്രശ്നങ്ങൾ മാറാത്തതുകൊണ്ട് ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് നിർത്തിയോണ്ട് മാത്രം നിർത്തിയാണ്. വേറെ ഇറിറ്റേഷൻസോ കാര്യങ്ങളൊന്നുമില്ല, നല്ലതാണ്. യൂസ് ചെയ്തിട്ട് പലരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. ഈ സിമ്പിളിൻ്റെ ഒരുവിധം പ്രൊഡക്ട്സ് എല്ലാം നല്ലതാണ്. ഇവരുടെ ഈ ഒരു സിറം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ടോണർ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ നമ്മളെ ലോറിയൽ ടോണർ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തിരുന്നത് ഈ സിമ്പിളിൻ്റെ ടോണറായിരുന്നു. അതും നല്ല അടിപൊളി ടോണറായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ ലോറിയലിൻ്റെ ഞാനിപ്പോൾ പുതിയത് വാങ്ങിച്ചതാണ്. അപ്പം ഇത് പുതിയത് മീൻസ് ഒരു 1 മന്തായി. അപ്പോൾ അതും നല്ല അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. അപ്പോൾ രണ്ടും അടിപൊളിയാണ്. പിന്നെ സിമ്പിളിൻ്റെ മോയ്സ്ചറൈസറും നല്ലതാണ് കേട്ടോ. അപ്പം സിമ്പിളിൻ്റെ ഈ ഒരു സിറം ഞാൻ ഡേ ടൈമിലാണ് ഈ സിറം യൂസ് ചെയ്യുന്നത്. നൈറ്റിൽ ഞാൻ വേറൊരു സിറാണ് യൂസ് ചെയ്യുന്നത്. നിലവിൽ ഞാൻ അതിൻ്റെ ബോട്ടിൽ തീർന്നിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് ഇത് കാണിച്ചു തരാൻ പറ്റില്ല. ഞാൻ വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ സ്കിൻ കെയറോ റൊട്ടീനോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ആ സാധനം കാണിച്ചു തരാം. നൈറ്റ് സ്കിൻ കെയറോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാനത് കാണിച്ചു തരാം. അതും നല്ലതാണ്, കാരണം അത് വൈറ്റമിൻ C സീറോ ആണ്. സീറം നമ്മൾ ശരിക്കും പകൽ ടൈമിൽ യൂസ് ചെയ്യാൻ പാടില്ല, കാരണം സൺ എക്സ്പോഷർ ഉണ്ടാകുന്ന സമയത്ത് അത് എന്താ പറയുക നെഗറ്റീവ് ഫലം നമുക്ക് തരും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാറില്ല. ഇതാണ് ഞാൻ ഡേ ടൈമിൽ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് അസാധ്യ സാധനമാണ് കേട്ടോ, ഒന്നും പറയാനില്ല. കിട്ടില്ല സാധനമാണ്, അടിപൊളി പ്രൊഡക്റ്റാണ്. സിമ്പിളിൻ്റെ പ്രൊഡക്റ്റ് എല്ലാം നല്ലതാണ്. വീണ്ടും പറയണം, കാരണം കൂടുതൽ കെമിക്കലായിട്ടുള്ള സാധനങ്ങളില്ലാതെയാണ് സിമ്പിൾ പ്രോഡക്റ്റ്സ് ഇറക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഗുണം നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം നമുക്ക് വീട്ടിൽ വേറെ ഇറിറ്റേഷൻസോ ഇച്ചിങ്സോ അങ്ങനത്തെ ഒരു കാര്യങ്ങളുമില്ല. നല്ല അടിപൊളി പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതാണ് വേറൊരു സാധനം കേട്ടോ. പിന്നെ പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയുന്ന സാധനം തന്നെയാണ് നമ്മുടെ സെറ്റാഫിലിൻ്റെ
മോയ്സ്ചറൈസറാണ്. സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇത് ഡ്രൈ ടു വെരി ഡ്രൈ സെൻസിറ്റീവ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ വേറൊരു ബ്ലൂ ബോട്ടിലും കൂടെ ഉണ്ട്. ഇത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഡ്രൈ ടു വെരി ഡ്രൈ സെൻസിറ്റീവ് സ്കിന്ന് കണ്ടതുകൊണ്ട് ഞാനിത് വാങ്ങിച്ചതാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ, പക്ഷേ ഏകദേശം അത്യാവശ്യം ഞാൻ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. കാരണം അത്രയും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഞാൻ നാട്ടിൽ നിന്ന് അങ്ങനെ ഭയങ്കരമായിട്ട് മോയ്സ്ചറൈസർ ഇടുന്ന ഒരാളേ അല്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് ഇടേണ്ട അവസ്ഥ വന്നതാണ്. അപ്പോൾ ഇത് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് അബ്സോർബായി പോകുന്നതല്ല. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഫേസിലിട്ടില്ലേ, ഞാൻ കണ്ട അത് നമ്മൾ അറിയത്ത് പോകില്ല ഫേസിലിട്ട്. ഭയങ്കര ലൈറ്റായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ള വേറൊരു സാധനം കേട്ടോ സെറ്റാഫിൻ്റെത്. ഞാൻ സെറ്റാഫിലിൻ്റെ ആരാധികയായി മാറി കുറച്ച് ദിവസം കൊണ്ട്. ഇപ്പം ഞാൻ സ്കിന്നിൽ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ആക്ച്വലി രാവിലെ ഇട്ടതൊക്കെ പോയി, മുഖമൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സെറ്റാഫിലിൻ്റെ ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഡ്രൈ ടു വെരി ഡ്രൈ സ്കിന്നുള്ളവർക്ക് അടിപൊളിയാണ്. ഇത് രാവിലെ ഞാൻ ഇത് ഫേസിലിട്ടിട്ട് ഞാൻ സത്യം പറയാമല്ലോ, ഞാൻ ഷിഫ്റ്റിന് പോയി കഴിഞ്ഞാൽ ഈവനിങ് വരെ എൻ്റെ സ്കിന്നിൽ ഈ പറഞ്ഞ പ്രോഡക്റ്റ്സ് എല്ലാം ഇട്ടിട്ട് ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവനിങ് വരെ എൻ്റെ സ്കിന്ന് ഭയങ്കര ഹൈഡ്രേഷൻ ഇങ്ങനെ അവിടെ നിന്നോളും. മോയ്സ്ചർ ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. ഹൈഡ്രേഷൻ ഈവനിങ് വരെ എനിക്ക് കിട്ടുന്നുണ്ട് ലാസ്റ്റിംഗ് ആയിട്ട്. അപ്പോൾ അത്രയും നല്ല പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂസാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, അടുത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഫേസിന് കൂടെ തന്നെ ഉള്ളൊരു സംഭവമുണ്ട്. നമ്മുടെ ലിപ്സ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. നോർമലി നമ്മൾ നാട്ടിൽ നിന്ന് എവിടെയെങ്കിലും ടൂർ പോയാൽ തന്നെ നമുക്കറിയാമല്ലോ പെട്ടെന്ന് ഡ്രൈ ആവുന്നത്. ഇവിടെ വന്നാലാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഈ തണുപ്പ് ഭയങ്കര രസമാണെങ്കിൽ ഒരു പരിധി വരെ നമ്മളത് എൻജോയ് ചെയ്യും, തണുപ്പ് കാര്യങ്ങളെല്ലാം. പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മൂക്കിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ശ്വാസം വലിക്കുമ്പോൾ മൂക്കിലിങ്ങനെ കാറ്റ് പോയിട്ട് പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഒരു തലവേദന എടുക്കും, മാറാതിരിക്കും. ഇങ്ങനെ എങ്ങടെയെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു വെറുപ്പിക്കൽ. ഇപ്പോൾ ഈ സമ്മർ കഴിയാൻ പോവുകയാണല്ലോ എന്ന് ഓർത്തിട്ട് വിഷമമാണ് ഇവിടെ എല്ലാവർക്കും. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ. പിന്നെ മൂക്കിന്ന് ബ്ലഡ് വരിക, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ എപ്പോഴും ചുണ്ടിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ചുണ്ടിന് ഈ പറഞ്ഞ പോലെ ലിപ്പിന് ഞാൻ യൂസ് ചെയ്യുന്ന നമ്മുടെ ലിപ് തെറാപ്പി യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം വാസ്ലിനാണ്. ഞാൻ ഒരുപാട് ലിപ് ബാം യൂസ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞ പോലെ ഹിമാലയ യൂസ് ചെയ്തിട്ടുണ്ട്, നിവ്യ, ഒരുപാട് കേട്ടോ. നമ്മുടെ കിട്ടുന്ന എല്ലാ ലിപ് ബാമും യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും സ്പീഡി ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു സാധനം ഈ വാസ്ലിനാണ്. ഇതിൻ്റെ ഗുണം ഞാൻ വേറെ ഒരു ലിപ് ബാമിലും കണ്ടിട്ടില്ല. ഇത് ഞാൻ അത്രയും നെഞ്ചത്ത് തൊട്ട്, എൻ്റെ ഹൃദയത്ത് തൊട്ട് പറയുന്നതാണ്. അത്രയും നമുക്ക് റിസൾട്ട് തരുന്നൊരു സാധനമാണ്. അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. ഞാനും ബിബി എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ രണ്ടുപേരും യൂസ് ചെയ്യുന്നത് ഈ ഒരു വാസ്ലിൻ്റെ ഈ ലിപ് ബാം തന്നെയാണ്. ലിപ് തെറാപ്പി അലോവേരയുടെ ആണിത്, അലോവേര ഫ്ലേവറാണ്. അപ്പം ലിപ് തെറാപ്പി കറക്റ്റ് തെറാപ്പി തന്നെയാണ് കേട്ടോ. പേര് പോലെ തന്നെയാണ് കറക്റ്റ് തെറാപ്പി. നമ്മളെ പെട്ടെന്ന് റിക്കവർ ആവും. നമുക്ക് എന്തെങ്കിലും ഇപ്പം മുറിവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് മാറിയിട്ട് നമുക്കത് പെട്ടെന്ന് എന്താ പറയുക ക്യൂർ ആവും. അങ്ങനെ അടിപൊളി പ്രോഡക്റ്റാണ്. അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ പ്രോഡക്റ്റ്സ് എല്ലാം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര, ഞാൻ പറയണല്ലോ, ഞാനിത് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള റിവ്യൂ ആണ് പറയുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ ആണ് പറയുന്നത്. ഇത്രയും പ്രോഡക്റ്റ്സ് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിച്ചോ. നിങ്ങൾ ഡ്രൈ സ്കിന്നുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ധൈര്യമായിട്ട് വാങ്ങിച്ചോ. ഡ്രൈ സെൻസിറ്റീവ് സ്കിന്നാണ് എൻ്റെത്. ആ സ്കിന്നുള്ളവരാണെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ. ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇതെല്ലാം കിടലും പ്രോഡക്റ്റ്സാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത എന്ത് വീഡിയോ വേണ്ടതെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് വീഡിയോ വരാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതിന് മുമ്പ് എൻ്റെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ അത് പറയുക. എനിക്കിഷ്ടമാണ് കമൻറ്റുകൾ വായിക്കാൻ. ഞാൻ നിങ്ങളെ കമൻറ്റ് വായിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാനത് മാറ്റും. ഞാൻ അറിയാലോ, നമ്മൾ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള യൂട്യൂബറോ അങ്ങനെയൊന്നുമല്ല. നമ്മളിങ്ങനെ ബഡ്ഡിങ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നിങ്ങൾ തരുന്ന കമൻറ്റ്സ് ഞാൻ കണ്ടു കഴിഞ്ഞാൽ എനിക്കതിനനുസരിച്ചുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക, കമൻറ്റ്സ് ഇടുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി ഇതുപോലുള്ള ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളും ഒക്കെ ഇനി ഇവിടുന്നാണ് അടുത്തത്. ഞാൻ ആലോചിച്ചിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്ക് എന്തായാലും ബൈ.